ഹായ് നമസ്കാരം. അപ്പം ഞാൻ വെറുതെ എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ, ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചാണ്. ഈ ബിഗ് ബോസ് എന്നൊരു ഷോ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ മീഡിയയിൽ. അപ്പോൾ സാധാരണക്കാരെ എടുക്കാതെ സെലിബ്രിറ്റികളെ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ, ശരിയല്ലേ? പിന്നെ ഈ സാധാരണക്കാർക്കും ഒരുവിധ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവൂലേ? എനിക്കും ഈ ഒരു ഷോയിൽ പോവണം, അല്ലെങ്കിൽ ഇങ്ങനെ നല്ലതായിട്ട് ജീവിക്കണം എന്നൊക്കെ നമുക്കും ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? പക്ഷേ ഇവിടെ ബിഗ് ബോസിൽ പിന്നെ ക്യാഷ് ഉള്ളവരെയും പിന്നെ നല്ല സെലിബ്രിറ്റികളെയും മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. അത് ഇത് കാണാൻ ഈ സാധാരണക്കാർ എത്ര കഷ്ടപ്പെട്ടിരുന്നറിയാം ഇവരതൊക്കെ കണ്ടിട്ട് ഇവർക്ക് വോട്ട് ചെയ്ത് അവരൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും, ബിഗ് ബോസിൽ വരണം, പിന്നെ നല്ല രീതിക്ക് കളിക്കണം, പിന്നെ അതുപോലൊക്കെ ചെയ്യണം, ആളുകളുടെ ഇടയിൽ ഞങ്ങൾ അറിയപ്പെടണം എന്നൊക്കെ ഉണ്ടാവും. നല്ല നല്ല കലാകാരികളാണ്, കലാകാരന്മാരും കലാകാരികളുമുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു 19, 20, 21 പേരെയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു 10 പേരെ, വെറും ഒരു 10 പേരെ ഒരു സാധാരണക്കാരായ ആളുകൾ എടുത്തൂടെ? അവർക്ക് ക്യാഷ് ഇല്ല, അവർക്ക് സൗന്ദര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണോ? ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഇല്ലല്ലോ ലാലേട്ടാ. അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ ബിഗ് ബോസ് ഷോയിലേക്ക് പിന്നെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് സാധാരണക്കാരെ എടുക്കുമോ? ഇത് റിക്വസ്റ്റാണ്. കാരണം ആഗ്രഹങ്ങളാണ് എല്ലാവർക്കും, വലിയ 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 ആഗ്രഹങ്ങളുണ്ട്. കാരണം ചെറ്റക്കുഴലിൽ കിടക്കുന്നവർക്കുണ്ടാവും എനിക്ക് നല്ലൊരു വീട് വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ റീലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പിന്നെ മീഡിയയിൽ അറിയപ്പെടുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റീലിട്ട് കഴിഞ്ഞാൽ നമ്മൾ സൗന്ദര്യം ഇല്ലാത്തതിനെ കൊണ്ടാണോ നമ്മളാരും ശ്രദ്ധിക്കപ്പെടാത്തത്? എല്ലാവർക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടുള്ള എല്ലാവരും സൗന്ദര്യവതികളാണോ? അല്ല, അവരൊക്കെ പണമുള്ളവരാണ്. പണമുള്ളവർക്ക് തന്നെ വീണ്ടും വീണ്ടുമാണ് പണം കൊടുക്കുന്നത്. പക്ഷേ അത് ഒരു സാധാരണക്കാർക്ക് കൊടുക്കുമ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടാവും എന്നറിയാം. അവർക്ക് അവരുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തിക്കൂടെ? അവരുടെ മക്കളെ നല്ല രീതിക്ക് പഠിപ്പിച്ചൂടെ? ഈ സാധാരണക്കാരിപ്പോൾ ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ടൊക്കെയാണ് അവർ മക്കളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ഷോയിൽ നിന്ന് നല്ലൊരു എമൗണ്ടൊക്കെ കിട്ടുമ്പോൾ അവർക്കും ഉണ്ടാവൂലേ നല്ല രീതിക്ക് ജീവിക്കണമെന്ന്? അപ്പോൾ നമ്മുടെ ലാലേട്ടനും പ്രമുഖ വ്യക്തികളും ഒക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കുകയും ഒരു സാധാരണക്കാരൻ വേണ്ട ഒരു 5 പേരെങ്കിലും എടുത്തൂടെ? നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലയിൽ നിന്നും ഓരോരുത്തർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എത്ര ഇതുണ്ട്. എനിക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ ബിഗ് ബോസിൽ പോകണം, പിന്നെ ആ ഷോയിൽ കാണിക്കുന്നുണ്ട്, ഞാൻ മുടങ്ങാതെ കാണുന്നുണ്ട്, അത് കാണണം, അത് ഒരുപാട് ആഗ്രഹങ്ങൾ, എന്താ പറയുക. അപ്പോൾ നമ്മളെ 4 ആൾ അറിയപ്പെടണം എന്ന് വിചാരിച്ചിട്ടില്ല. നമുക്കൊരു 10 രൂപ കിട്ടുന്ന ആ ഒരു 10 രൂപയെ കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടാവും എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോയിലേക്ക് എന്തായാലും സാധാരണക്കാരെ എടുക്കില്ല എന്നറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ഈ 14 ജില്ലയിൽ നിന്നും ഓരോ സാധാരണക്കാരെടുത്തൂടെ? വേണ്ട, ഒരു പ്രാവശ്യം കുറച്ചാളുകൾ എടുക്കുക, പിറ്റത്തെ പ്രാവശ്യം കുറച്ചാളുകൾ എടുക്കുക, അങ്ങനെ ജില്ലകൾ നോക്കി എടുത്തിട്ടുണ്ടെങ്കിലോ? ഇതൊക്കെ അവിടെ വരുന്നൊക്കെ സെലിബ്രിറ്റികൾ, സീരിയൽ താരങ്ങൾ, പിന്നെ അപ്പോൾ ഷോ മുന്നോട്ട് പോകണമെന്നില്ല 2 കൂട്ടരും വേണ്ടേ? എന്നാലല്ലേ അതിനൊരു ഇതുണ്ടായി. എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാട്ടോ. ആഗ്രഹം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ. ആഗ്രഹങ്ങൾ നമുക്ക് പറയാമല്ലോ, ഏഷ്യാനെറ്റുകൊണ്ടല്ലാതെ നമുക്ക് വേറെ ആരോടും പറയാമല്ലോ. അപ്പോൾ ലാലേട്ടൻ ഇത് പിന്നെ എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ ഒന്ന് സ്വീകരിക്കണേ. ടാറ്റാ, ബൈ ബൈ.